വാർത്തകൾ തുടരുന്നു. കൊല്ലത്ത് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്ന് ഗവർണർ റോഡിലിറങ്ങി. പ്രതിഷേധത്തെ തുടർന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ ഇപ്പോഴും പ്രതിഷേധിക്കുന്ന രീതിയിൽ അവിടെ പുറത്തു തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, തിരുവനന്തപുരത്ത് എന്താണോ ഉണ്ടായത് അതിന്റെ ഒരു ആവർത്തനം എന്ന് തന്നെ പറയാം. കൊല്ലത്തും സംഭവിച്ചിരിക്കുന്നു. ഗവർണറുടെ പ്രതിഷേധം തുടരുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? കൊല്ലം നിലമേലാണ് നാടകീയ രംഗങ്ങൾ. ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി വീശുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായാണ് ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. അദ്ദേഹം ഇപ്പോഴും പൊതുനിരത്തിൽ അവിടെ കസേരയിട്ട് ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരെ SFI കരിങ്കൊടി സമരവുമായി വരുമ്പോൾ ഗവർണറും അതേ നിലയിൽ തന്നെ പ്രതിഷേധിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് പാളയത്ത് SFI പ്രവർത്തകർ വാഹനത്തിൽ അടിച്ചപ്പോൾ പുറത്തിറങ്ങിയതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ നിലമേലും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അദ്ദേഹം വിനോദ്, ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ പാളയത്തുണ്ടായത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ പാളയത്ത് കണ്ടത്. അത്തരം ഒരു സംഭവം കൊല്ലത്തുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ അടിക്കുകയോ അങ്ങനെ കേടുവരുത്തുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. മറിച്ച് വലിയ തോതിൽ പോലീസ് ഉണ്ടായിരുന്നിട്ട് കൂടി SFI പ്രവർത്തകർ കരിങ്കൊടിയുമായി വാഹനത്തിന് നേരെ ചാടി വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ക്ഷുഭിതനായാണ് ഗവർണർ പുറത്തിറങ്ങിയത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഗുണ്ടാപ്രയോഗം നടത്തി. ഇന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് അദ്ദേഹം പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടാനും ഗവർണർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം റോഡിൽ തന്നെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം, പൊതുനിരത്തിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. അദ്ദേഹം അവിടെ ഈ പോലീസിനെ ശകാരിച്ചു. പോലീസിന് നേരെ വലിയ ശകാരമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീണ്ടും വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള ആരോപണം ഗവർണർ ഉന്നയിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. SFI സമരങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. രേണുക, വിനോദ്, ഈ പാളയത്തുണ്ടായിട്ടുള്ള പ്രതിഷേധം, അതിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ച് ബഹളമുണ്ടാക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന്റെ വാഹനം നിർത്തേണ്ടി വരുന്ന തരത്തിൽ ഉള്ള സമരം അവിടെ നടന്നപ്പോൾ അതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതെ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം വിനോദിലേക്ക് എത്താം. വെള്ളപ്പേപ്പർ